ആത്മബന്ധമുണ്ട്. ഒരിക്കലും വയനാടിനെ മറക്കാൻ കഴിയില്ല. വലിയ ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടെ നിന്ന ഇടമാണ് വയനാട്. ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടെ നിന്ന ഇടമാണ് വയനാട്, ഞാൻ മറക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വയനാടിനെ പ്രതികരിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് ആ വാക്ക് വയനാടിന് 2 പ്രതിനിധികൾ ഉണ്ടാകും പാർലമെന്റിൽ, ഒന്ന് ഞാനും രണ്ടാമത്തേത് എന്റെ സഹോദരിയും. അത്രത്തോളം ബന്ധം എനിക്ക് വയനാടിനോടുണ്ട്, ഓരോ മനുഷ്യരോടുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് വിടുന്ന കാര്യം ഇവിടെ പ്രഖ്യാപിച്ചത്. എന്തായാലും പ്രഖ്യാപനം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒപ്പം സോണിയാഗാന്ധി എന്നിവർ ജൻപത്തിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ KC വേണുഗോപാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ തുടരുന്നു. എന്തായാലും വയനാട് വിടാൻ, നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വയനാട് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ചുരമിറങ്ങുമ്പോൾ ചുരം കയറുന്നു പ്രിയങ്ക ഗാന്ധി. വയനാടിനെ ഞങ്ങൾ വിടില്ല, ഗാന്ധി കുടുംബം വയനാടിനോടൊപ്പമുണ്ട്, ഞങ്ങളെ ചേർത്ത് നിർത്തിയ നാടിനെ ഞങ്ങളും ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ കോൺഗ്രസും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയത്. കേരളത്തിന് ജനങ്ങളോട്, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളോടുള്ള ആത്മബന്ധം രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു, ഒരു KC വേണുഗോപാലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വയനാടിനോടും റായ്ബറേലിയോടും സ്നേഹമുണ്ട് രാഹുൽ ഗാന്ധിക്ക്, പക്ഷേ ഒരിടം മാത്രമേ നിലനിർത്താൻ കഴിയൂ, അത് റായ്ബറേലിയാണ്. അതിന്റെ കാര്യകാരണങ്ങൾ കോൺഗ്രസ് കൃത്യമായി വിശകലനം ചെയ്തിട്ടുണ്ട്. വലിയ അങ്ങനെ വയനാടിനെ സംബന്ധിച്ചോളം തൃപ്തികരമായ ഒരു തീരുമാനം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധി വയനാട് വിടുമ്പോൾ പകരം സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് അവിടേക്ക് മത്സരിക്കാനായി എത്തുന്നത്.